ഇടയ്ക്കോട് വില്ലേജ് ഓഫീസിനായി ലക്ഷങ്ങൾ ചെലവിട്ട് പുതിയ മന്ദിരം നിർമ്മിച്ചിട്ടും വില്ലേജ് ഓഫീസ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ഏതു നിമിഷവും നിലംപൊത്താറായ കെട്ടിടത്തിൽ. ഇവിടെ വില്ലേജ് ഓഫീസറും ജീവനക്കാരും കടുത്ത ദുരിതത്തിലാണ്. ഇത് ഇടയ്ക്കോട് വില്ലേജ് ഓഫീസ്. അവനമിച്ചേരി പൂവണത്തമൂട് ജംഗ്ഷന് സമീപമുള്ള ഈ കെട്ടിടത്തിലാണ് ഇടയ്ക്കോട് വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചു വരുന്നത്. ഏതു നിമിഷവും നിലംപൊത്താവുന്ന കെട്ടിടമാണിത്. ജീവനക്കാർ പുറത്തുപോയാൽ പിന്നെ മരപ്പട്ടികൾ ഇവിടം വാഴും. മഴക്കാലത്താണ് ഏറെ ദുരിതം. കുട ചൂടാതെ ജീവനക്കാർക്ക് അകത്തിരിക്കാനാവില്ല. സ്ഥലപരിമിതിയാണ് മറ്റൊരു പ്രധാന പ്രശ്നം. ധാവട്ടത്തിൽ ജീവനക്കാർ വീർപ്പ് മുട്ടുന്നു. ഇടയ്ക്കോട് വില്ലേജ് ഓഫീസിനായി പുതിയ മന്ദിരം നിർമ്മിച്ചിട്ട് കാലമേറെയായി. പക്ഷേ ഈ ദുരിതത്തിൽ നിന്നും വില്ലേജ് ഓഫീസർക്കും ജീവനക്കാർക്കും മോചനമില്ല. രാജഭരണകാലത്തെ നെല്ല് സംഭരണശാലയായിരുന്നു ഈ പഴയ കെട്ടിടം. ഇവിടെ നിന്നും പുതിയ കെട്ടിടത്തിലേക്ക് വില്ലേജ് ഓഫീസ് മാറ്റാൻ അധികൃതർ നടപടികൾ കൈക്കൊള്ളാത്തത് എന്ത് എന്ന് ആരും ചോദിച്ചു പോകും. 15 ലക്ഷം രൂപ മുടക്കിയാണ് ഇടയ്ക്കോട് വില്ലേജ് ഓഫീസിനായി പുതിയ കെട്ടിടം നിർമ്മിച്ചത്. PWD കെട്ടിടത്തിന്റെ താക്കോൽ നൽകുന്നില്ലെന്നാണ് അധികൃതർ പറയുന്നത്. ജീവനക്കാരെയും വില്ലേജ് ഓഫീസറെയും കൊതിപ്പിച്ച് പുതിയ മന്ദിരം അടുത്തു തന്നെയുണ്ട്. പക്ഷേ ഇവർക്ക് ഈ നെല്ല് സംഭരണശാലയിൽ സേവനം നടത്തി വിരമിക്കാനാണ് വിധി. ACB ന്യൂസ്, ആറ്റിങ്ങൽ.